എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ എക്സാമിന് നമ്മുടെ തൃശ്ശൂരും കാസർഗോഡിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ തുടങ്ങാലോ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഹുറേ വി വൺ ദ മാച്ച്, ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻ വേർഡ്. അപ്പൊ ഇവിടെ ഹുറേ എന്ന് പറയുന്നത് എന്താന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. പ്രപ്പോസിഷൻ ആണോ, കൺജങ്ഷൻ ആണോ, ഇന്റർജങ്ഷൻ ആണോ, പ്രോനൗൺ ആണോ? അപ്പൊ ആൻസർ എന്താ വരിക? ആൻസർ ഇന്റർജങ്ഷൻ ആണ് അല്ലെ. അപ്പൊ ഇന്റർജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർജങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ കാണിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇന്റർജങ്ഷൻ എന്ന് പറയാ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓർത്ത് വെക്കാം, ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫീലിങ്സ് ഒക്കെ പുറത്തു വരും എന്നുള്ള രീതിയിലൊക്കെ വെറുതെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇന്റർജങ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ചിലെ കുറച്ച് ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പേരാവാം അല്ലെ, യൂസ് ടു നെയിം എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്, അതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുക. ഇപ്പൊ ഒരാളുടെ പേര് അല്ലെങ്കിൽ മാൻ അല്ലെങ്കിൽ ടോം എന്നൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഒരു നൗണിന്റെ സ്ഥാനത്ത് യൂസ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുക. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീ ഉണ്ട്, ഷീ ഉണ്ട്, ഇറ്റ് ഉണ്ട്, ദേ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വേഗം പറഞ്ഞു പോകുന്നത്. ഇനി വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആക്ഷനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് വെർബ് എന്ന് പറയാ അല്ലെ. ഇനി ആ വെർബിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വാക്കിനെ നമ്മൾ എന്ത് പറയും? അതിനെയാണ് ആഡ്വർബ് എന്ന് പറയാം. അപ്പോ വെർബിനെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാവണം എന്നില്ല, അഡ്ജക്റ്റീവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് ആണെങ്കിലും അത് ആഡ്വർബ് ആണ് എന്നുള്ളൊരു കാര്യം അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇനി അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയാ അല്ലെ. അഡ്ജക്റ്റീവിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ? ലോങ്, ഷോർട്ട്, ബ്യൂട്ടിഫുൾ, ബ്രൈറ്റ് എന്നൊക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ പ്രപ്പോസിഷൻ, ഇന്ന്, ഓൺ, അറ്റ്, ബൈ, ഓവർ, ഫ്രം എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ പ്രപ്പോസിഷൻ ആയിട്ട് പറയാ. ഇന്റർജങ്ഷൻ നമ്മളിപ്പോ പറഞ്ഞു അല്ലെ. പിന്നെയുള്ളത് കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് ഫ്രേസുകളെ അല്ലെങ്കിൽ രണ്ട് സെന്റൻസുകളെയൊക്കെ ജോയിൻ ചെയ്യുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ എന്ത് പറയാ? കൺജങ്ഷൻ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ആരൊക്കെയാ വരുന്നത്? ആൻഡ് ഉണ്ട്, ബട്ട് ഉണ്ട്, ബിക്കോസ് ഉണ്ട്, വേർ ഉണ്ട്, ഓൾസോ ഉണ്ട്. ഇതൊക്കെ കൺജങ്ഷന്റെ എക്സാമ്പിളുകളായിട്ട് വരുന്നതാ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് സ്പീഡിൽ പോയിട്ടുള്ളത്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നൗൺ തൊട്ട് കൺജങ്ഷൻ വരെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ വേഗം ഓടിച്ചു നോക്കി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെല്ലിംഗ് ആണ് കേട്ടോ. അപ്പൊ സ്പെല്ലിങ്ങിനകത്ത് റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സ്പെല്ലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് ഹൈപ്പോക്രൈറ്റ്. ഹൈപ്പോക്രൈറ്റിന്റെ സ്പെല്ലിംഗ് നോക്കിയേ. ഹൈപ്പോ എന്താ പറയുന്നത്? HYPOCRITE. അപ്പൊ എ അല്ല വരിക, ഐ ആണ് വരിക എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. ഹൈപ്പോക്രൈറ്റ് കേട്ടോ, ഹൈപ്പോക്രൈറ്റ്. അപ്പൊ CRITE എന്നുള്ളത് പഠിച്ചു പോവാ. ഇനി അറ്റൻഡൻസ്, ഇത് റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സ്പെല്ലിങ്സ് ആണ് കേട്ടോ. അറ്റൻഡൻസിന്റെ സ്പെല്ലിംഗ് നോക്കിയേ. ATTEN. നമുക്ക് ഇവിടെ ആയിരിക്കും മിക്കവാറും ഒരു ഡൗട്ട് വരിക അല്ലെ. അപ്പൊ ഡാൻസ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഡാൻസ് കേട്ടോ. നമുക്ക് അറ്റൻഡൻസിൽ ഫുള്ളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഡാൻസ് ചെയ്ത് പോകുന്നൊക്കെ ഓർത്തു വെക്കാം. ഡാൻസ് ആണ് അറ്റൻഡൻസ്. അടുത്ത സ്പെല്ലിംഗ് നോക്കാം, വെറ്റനറി. ഇതിന്റെ സ്പെല്ലിംഗ് എന്താ വരുന്നേ? സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണേ. VETERI. ചെറി ഉണ്ട്, അതേപോലെ തന്നെ NARY ഉണ്ട്. ഓക്കെ, അപ്പൊ വെറ്റിനറി. എന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. അടുത്തത് ക്യാമ്പയിൻ ആണ്. ക്യാമ്പയിന്റെ സ്പെല്ലിംഗ് CAMPAIGN. ഇവിടെ ഒരു G ഉണ്ട് കേട്ടോ. ക്യാമ്പയിനെ നമ്മൾ പറയുള്ളൂ, പക്ഷെ അവിടെ G സൈലന്റ് ആണെന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ, ക്യാമ്പയിൻ. ഓക്കെ, സ്പെല്ലിംഗ് നോക്കിയല്ലോ. ഇനി അടുത്ത വാക്ക് നോക്കാം. അടുത്ത വാക്ക് ട്രൂസ് ആണ്. ട്രൂസ് എന്ന് പറഞ്ഞാല്, ട്രൂസിന്റെ മീനിങ് എന്താ? ട്രൂസ് എന്ന് പറഞ്ഞാൽ തൽക്കാല ശമനം എന്നൊക്കെ മീനിങ് വരുന്ന ഒരു വാക്കിനെയാണ് ട്രൂസ് എന്ന് പറയാ കേട്ടോ. അതിന്റെ സ്പെല്ലിംഗ് TRUCE. ഓക്കെ, ട്രൂസിന്റെ സ്പെല്ലിംഗ് നോക്കാം. TRUCE. നെക്സ്റ്റ് സ്കഫിൾ. സ്കഫിളിന്റെ സ്പെല്ലിംഗ്, സ്കഫിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും പറയാവോ? സ്കഫിൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു തല്ലുപിടുത്തം, ലഹള എന്നൊക്കെ മീനിങ് വരുന്ന വാക്കാണ് സ്കഫിൾ. ഓക്കെ, സ്കഫിൾ. അപ്പോൾ അതിന്റെ സ്പെല്ലിംഗ് ഇറ്റ് ഇസ് SCUFFLE. സ്കഫിൾ കേട്ടോ. അടിപിടി കൂടുക എന്നൊക്കെ ഒരു മീനിങ് വരുന്നതാണ് സ്കഫിൾ. അപ്പോൾ അടിപിടി കൂടുന്നത് 2 F ഉണ്ട്, അതുകൊണ്ട് അവർ തമ്മിൽ നല്ല അടിയാണെന്നൊക്കെ ഓർത്തു വെക്കാം. ഒരേപോലത്തെ ആൾക്കാരായതുകൊണ്ട് തന്നെ നല്ല അടിയാണെന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ സ്കഫിളിനകത്ത് ഒരു C മാത്രമേ ഉള്ളൂ, 2 F ആണുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫൈറ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. ഫൈറ്റ് 2 F ഉണ്ട്. അപ്പൊ അതിന്റെ മീനിങ് തന്നെ ഫൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ 2 F ഉണ്ടെന്നൊക്കെ ഓർത്തു വെക്കാം. ഒരു C ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് നാർസിസ്റ്റിക്. നാർസിസ്റ്റിക്കിന്റെ സ്പെല്ലിംഗ് നോക്കിയേ. NARCISSISTIC.
ഇവിടെ സിസ്സും ഇവിടെ സിസ്സും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2 എസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നാർസിസ്റ്റിക്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണേ, നാർസിസ്റ്റിക്. ഇനി ഇനി അടുത്ത് നോക്കിയേ, നോസിയസ്. നോസിയസിന്റെ സ്പെല്ലിംഗ് NAUSEOUS. നമ്മൾ നൗസിയ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതേ മീനിങ് ആണ്, അല്ലെങ്കിൽ അതിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് പഠിക്കുക, NAUSEOUS. അടുത്ത താരിഫാണ് അല്ലെ? താരിഫിന്റെ സ്പെല്ലിങ്ങിനകത്തും ഈ പറഞ്ഞ പോലെ 2 എഫ് ഉണ്ട്. താരിഫാണ്, 2 എഫ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ വാക്കുകളൊക്കെ കിട്ടിയല്ലോ. നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ ഒന്നും കൂടെ നോക്കുക. ഇതെല്ലാം റീസെന്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ള സ്പെല്ലിങ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് നോക്കാം. അപ്പൊ ഈ പഠിപ്പിക്കുന്ന ഫ്രേസൽ വെർബ് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പറയില്ലേ, ഇപ്പൊ എക്സാമിന് പോകുന്നതിനേക്കാൾ മുമ്പ് കുറച്ച് വാക്കുകൾ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം എന്ന് പറയും അല്ലെ? അതിൽ വരുന്ന കുറച്ച് ഫ്രേസൽ വെർബ് ആണ്. അതിലെ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് ഫോൾ എപ്പാർട്ട്. ഫോൾ എപ്പാർട്ട് എന്ന് പറഞ്ഞാൽ ടു ബ്രേക്ക് ഇൻ ടു പീസസ്. ഓക്കെ, പീസസ് ആയിട്ട് മുറിഞ്ഞു പോവാ എന്നുള്ളൊരു മീനിങ് ആണ് ഫോൾ എപ്പാർട്ട് അല്ലെ? അപ്പൊ പാർട്ടായി അല്ലെ, ഓരോ കഷ്ണങ്ങളായി എന്നൊക്കെ ഓർത്ത് വെക്കാം. ഫോൾ എന്ന് പറയുമ്പോൾ വീണിട്ട് പാർട്ടായി എന്ന് പറഞ്ഞാൽ ഓരോ കഷ്ണങ്ങളായിട്ടൊക്കെ മുറിഞ്ഞു പോയി എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കാം. ഫോൾ എപ്പാർട്ട് കേട്ടോ. ഇനി ഫോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ക്വാറലാണ്, തല്ലി പിടിക്കുക. അപ്പൊ ഫോൾ വീണു, എവിടെ? ഔട്ടില് അല്ലെ, പുറത്തു പോയിട്ട് വീണു. എപ്പോഴാ? തല്ലി പിടിച്ചേപ്പോ എന്ന് ഓർത്ത് വെക്കാലോ. ഫോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ക്വാറൽ, ഫോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ക്വാറലാണ്. ഇനി അടുത്ത് നോക്കിയേ, സെറ്റ് വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റ് ഓൺ. സെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻഡ് ആണ്, വളരെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള. സെറ്റ് ഓൺ. എക്സാമ്പിൾ നോക്കാം. ഷീ സീംസ് സെറ്റ് ഓൺ മാരിയിങ് ഹിം. അവൾ എന്തായാലും ഡിറ്റർമിൻഡ് ആയിട്ട് അവൾ തീരുമാനിച്ചു, എന്തായാലും അവനെ കല്യാണം കഴിക്കും അല്ലെ? അപ്പൊ സെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡിറ്റർമിൻഡ്. സെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻഡ്. ഇനി അടുത്തത് സെറ്റ് ഔട്ട്, സെറ്റ് ഓഫ്, സെറ്റ് ഫോർത്ത് എന്നൊക്കെ പറഞ്ഞാൽ ടു ബിഗിൻ എ ജേർണി ആണ്, ഒരു ജേർണി ബിഗിൻ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെക്കാം, നമ്മുടെ സെറ്റ് നമ്മൾ പറയില്ലേ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സെറ്റ് ആയിട്ട് നമ്മൾ ഔട്ടിൽ പോയി എന്നിട്ട് ഒരു ജേർണിക്ക് പോയി എന്ന് ഓർക്കാം. അപ്പൊ സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ബിഗിനർ ജേർണിയാണ് അല്ലെ? ഇനി സെറ്റ് ഓഫ്, നമുക്കൊരു ഓഫ് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സെറ്റിലുള്ള ആൾക്കാരെയും കൊണ്ട് നമ്മൾ ജേർണിക്ക് പോയി എന്ന് ഓർക്കാം. അപ്പൊ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാലും ബിഗിനർ ജേർണി. ഇനി സെറ്റ് ഫോർത്ത്, നമ്മുടെ സെറ്റിലെ 4 പേരെയും കൊണ്ട് നമ്മൾ ജേർണിക്ക് പോയി എന്ന് ഓർക്കാം. അപ്പൊ സെറ്റ് ഫോർത്ത് എന്ന് പറഞ്ഞാലും ദാറ്റ് ഇസ് ബിഗിനർ ജേർണി. പഠിച്ചല്ലോ, സെറ്റ് ഔട്ട്, സെറ്റ് ഓഫ്, സെറ്റ് ഫോർത്ത് എന്ന് പറഞ്ഞാലും ബിഗിനർ ജേർണിയാണ്. ഇനി സെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എ സീസൺ. ഇപ്പൊ മൺസൂൺ സെറ്റ്സ് ഇൻ എന്നൊക്കെ പറയും അല്ലെ? അപ്പൊ മൺസൂൺ തുടങ്ങി, അങ്ങനെ ഒരു സീസൺ തുടങ്ങുക എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സെറ്റ് ഇൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചേക്കുക കേട്ടോ. ഇനി ഹാൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നമ്മുടെ കൈ പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊക്കെ വേണമെങ്കിൽ ഓർത്താം അല്ലെ? അപ്പൊ ഹാൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ട്. ദ ടീച്ചർ ഹാൻഡഡ് ഔട്ട് ദി വർക്ക്. ഓക്കെ, ടീച്ചർ വർക്ക് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി ബ്രിങ് വെച്ചിട്ടുള്ള ഒരു ഫ്രേസൽ വെർബാണ് ബ്രിങ് ഫോർത്ത്. ബ്രിങ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ജനറേറ്റ് സംതിങ്. ഓക്കെ, ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക അല്ലെ? 4മത്തെ ഒരു കുട്ടീനെയും കൂടെ കൊണ്ടുവന്നു എന്ന് ഓർക്കാം. ബ്രിങ് ചെയ്തു, കുട്ടീനെ കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ വെറുതെ നമുക്ക് കണക്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ? അപ്പൊ ബ്രിങ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പ്രൊഡ്യൂസ്. ഇനി ബെയർ ഡൗൺ. ബെയർ ഡൗൺ എന്ന് പറഞ്ഞാൽ ഓവർത്രോ ചെയ്യുക അല്ലെങ്കിൽ സപ്രസ് ചെയ്യുക, അടിച്ചമർത്തുക അല്ലെങ്കിൽ ഓവർത്രോ ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് ബ്രിങ് ഡൗൺ. ഓക്കെ, സോറി, ബെയർ ഡൗൺ. അപ്പൊ ഓർത്ത് വെക്കാം, ബെയർ എന്ന് പറയുമ്പോൾ നമുക്ക് കരടീനെ ഓർക്കാം. ഈ കരടീനെ നമ്മൾ ഡൗണിലാക്കി, അതായത് കരടീനെ വീഴ്ത്തി ഡൗണിലാക്കി, കരടീനെ തോപ്പിച്ചു അല്ലെ, സപ്രസ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. അപ്പൊ ബെയർ ഡൗൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഓവർത്രോ അല്ലെങ്കിൽ സപ്രസ്. ഇനി ബെയർ വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ടോളറേറ്റ് ആണ്. യു ഹാവ് ടു ബെയർ വിത്ത് മീ, എന്നെ ടോളറേറ്റ് ചെയ്യണം, എന്നെ സഹിക്കണം എന്നൊക്കെ മീനിങ് വരുന്ന ഫ്രേസൽ വെർബാണ് ബെയർ വിത്ത്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിച്ച് സെറ്റ് ആക്കണം കേട്ടോ. ഞാനിപ്പോ എക്സാം ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. പിന്നെ ഇതിലെ പലതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് കേട്ടോ. പിന്നെ ബെയർ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ കൺഫേം ചെയ്യുക. അപ്പൊ ബെയർ, കരടീനെ ഔട്ടിലാക്കി അല്ലെ? കരടി എന്തായാലും പുറത്തു പോയി. ഇപ്പോ എന്താ പറയാ, നമ്മൾ ഒരു അപകട സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുന്ന, ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ബെയർ പുറത്തു പോയി എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യും അല്ലെ? കൺഫേം ചെയ്യും. അപ്പൊ ബെയർ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കൺഫേം ചെയ്യുക. ഇനി ലുക്ക് ആഫ്റ്റർ ഉണ്ട്, ടേക്ക് ആഫ്റ്റർ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, പക്ഷെ എന്നാലും ചിലപ്പോൾ എക്സാമിന് നമ്മൾ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ആണ് അല്ലെ? ടേക്ക് കെയർ ഓഫ് യുവർ കിഡ്സ്, അല്ലെങ്കിൽ ലുക്ക് ആഫ്റ്റർ യുവർ കിഡ്സ്, അല്ലെങ്കിൽ ലുക്ക് ആഫ്റ്റർ യുവർ പാരന്റ്സ് എന്നൊക്കെ പറയും. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാലാണ് റെസംബ്ലൻസ്, അച്ഛനെ പോലെയോ അമ്മയെ പോലെയോ ഒക്കെയുള്ള സാദൃശ്യമുള്ള എന്നുള്ള മീനിങ് വരുന്നതാണ് ടേക്ക് ആഫ്റ്റർ. ഇനി നോക്കുകയാണെങ്കിൽ റൺ ഡൗൺ. റൺ ഡൗൺ എന്ന് പറഞ്ഞാൽ വളരെ ടയേർഡ് അല്ലെങ്കിൽ എക്സോസ്റ്റഡ്, വളരെ ക്ഷീണിച്ചു പോയി എന്നൊക്കെ പറയില്ലേ? റൺ ഡൗൺ. നമ്മൾ താഴത്തേക്ക് ഒരുപാട് തവണ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിച്ചു പോകും എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം അല്ലെ? റൺ ഡൗൺ ആണ്. അല്ലെങ്കിൽ റൺ ചെയ്തിട്ട്
ഡൗൺ ആയി പോയി എന്ന് വേണമെങ്കിൽ ഓർക്കാം അല്ലെ, നമ്മൾ വളരെ ക്ഷീണിച്ചു പോയി. റൺ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ആഫ്റ്റർ അല്ലെ, ഒരാളുടെ പുറകെ റൺ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ചേസ് ചെയ്യുക അല്ലെ, റൺ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ചേസ് ചെയ്യുക. റൺ ഔട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതുമാണ്. റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഷോർട്ടേജ് വരിക, എല്ലാത്തിന്റെയും ഒരു അവസാനത്തിൽ എത്തുക എന്നൊക്കെ പറയും. റൺ ഔട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓർക്കാം, നമ്മൾ ഔട്ടിൽ നമ്മൾ പുറത്തു പോയിട്ട് ഓടി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, നമ്മൾ ആകെ കം ടു ആൻ എൻഡ് അല്ലെ, എല്ലാത്തിന്റെയും അവസാനമായി, ഒരു തീരുമാനമായി, നമ്മൾ കിടപ്പായി എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അല്ലെങ്കിൽ ഷോർട്ടേജ് ആയി അല്ലെ, നമ്മുടെ എനർജിക്കൊക്കെ ഷോർട്ടേജ് വന്നു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. അപ്പൊ റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷോർട്ടേജ് ആണ്. ഇനി ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ, ടേക്ക് ഓവർ ടു ഗെയിൻ അതോറിറ്റി, ഒന്നിന്റെ കൺട്രോൾ ആവുക എന്നുള്ള ഒരു മീനിങ് ആണ് ടേക്ക് ഓവർ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഓവർ ആയിട്ട് ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അതോറിറ്റി ആയി, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ എന്താ പറയാ, നമ്മൾ അതിന്റെ ഫുൾ കൺട്രോൾ എടുത്തു എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് വരും അല്ലെ. അപ്പൊ ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ടു ഗെയിൻ അതോറിറ്റി. അപ്പോ ഈ ഫ്രേസൽ വെർബ് എല്ലാം നമ്മൾ വളരെ സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഫ്രേസൽ വെർബ് ആണ്. എല്ലാവരും നോക്കുക. അതേപോലെ തന്നെ നമ്മൾ സ്പെല്ലിംഗ് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താണ് ക്വാണ്ടിഫൈ എന്നുള്ളത് നോക്കാം. ഇത് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്ത ഒരു ടോപ്പിക് ആണ്. അപ്പൊ ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കുക. എന്തായാലും പാർട്സ് ഓഫ് സ്പീച്ച് ചോദിച്ച സ്ഥിതിക്ക് ചിലപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ക്വാണ്ടിഫൈ എന്ന് പറഞ്ഞാൽ ഇസ് എ വേർഡ് വിച്ച് ഇൻഡിക്കേറ്റ്സ് എ നമ്പർ ഓർ എമൗണ്ട് ബീങ് റെഫേർഡ് ടു. അതായത് വിച്ച് ഇൻഡിക്കേറ്റ്സ് എ നമ്പർ, ഒരു നമ്പർ പറയുക അല്ലെങ്കിൽ ഒരു എമൗണ്ട് പറയുന്ന കേസുകളിനെയാണ്, അല്ലെങ്കിൽ അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്വാണ്ടിഫൈ എന്ന് പറയാം. അതായത് സം ഉണ്ട്, മെനി ഉണ്ട്, എ ലോട്ട് ഓഫ് ഉണ്ട് അല്ലെ, അതേപോലെ തന്നെ എ ഫ്യൂ ഉണ്ട്. ഇതൊക്കെ ഒരു എമൗണ്ടിനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡ് ആണ് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ക്വാണ്ടിഫൈ എന്ന് പറയാം. ചിലപ്പോൾ ഇതേപോലെ ഒരു ചോദ്യം തന്നിട്ട് ദർ ആർ സം ബുക്സ് ഓൺ ദി ഡെസ്ക്, നിങ്ങളോട് ചോദിക്കും ഇതിനകത്ത് ക്വാണ്ടിഫൈ ഐഡന്റിഫൈ ചെയ്യാൻ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പൊ മനസ്സിലാക്കണതിനകത്ത് ഏതാണ് ക്വാണ്ടിഫൈ, സം ആണ് അല്ലെ. പിന്നെ ഹി ഹാസ് ഗോട്ട് ഓൺലി എ ഫ്യൂ ബുക്സ്, എ ഫ്യൂ എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ക്വാണ്ടിഫൈ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഐഡന്റിഫൈ ദ ക്ലോസ് ഇൻ ദി ബ്രാക്കറ്റ്സ്. മൈ ഫ്രണ്ട് ഹെൽപ് മീ വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ. ഇവിടെ വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നൗൺ ക്ലോസ് ആണോ, നെഗറ്റീവ് ക്ലോസ് ആണോ, അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ, ആഡ്വർബ് ക്ലോസ് ആണോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം പാർട്സ് ഓഫ് സ്പീച്ച് വന്നതുകൊണ്ട് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അതിനേക്കാളും മുമ്പ് ഡിസ്കസ് ചെയ്യുന്നതല്ലേ. ശ്രദ്ധിച്ച് കേട്ടു പോവാ. അപ്പൊ വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ ഇതെന്താന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ലോസും ഉണ്ട് ഫ്രേസും ഉണ്ട്. ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ട്. ഫ്രേസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ല. നമ്മുടെ ഫ്രേസൽ വെർബ് തന്നെ ഓർത്താൽ മതി അല്ലെ, അതിനകത്ത് നമ്മൾ സബ്ജക്റ്റ് ഇല്ല. അപ്പൊ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ലാത്ത ഒരാളെയാണ് ഫ്രേസ് എന്ന് പറയാ. സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉള്ള ഒരാളെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയാ. ഓക്കെ, ഇനി നമുക്കിത് ഏതാന്നുള്ളത് നോക്കാം. മൈ ഫ്രണ്ട് ഹെൽപ് മീ, എന്റെ ഫ്രണ്ട് ഹെൽപ്പ് ചെയ്തു. എപ്പോ, വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വെർബ് അല്ലെ, ഇത് ക്രിയയാണ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എപ്പോ ഹെൽപ്പ് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ആൻസർ കിട്ടുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ആണ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ. എപ്പോഴാ ഹെൽപ്പ് ചെയ്തേ, വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ. ഓക്കെ, അപ്പൊ ഈ വെൻ ഐ വാസ് ഇൻ ഡേഞ്ചർ എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള വെർബിനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ള സെറ്റ് ഓഫ് വേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് ആഡ്വർബ് എന്തെങ്കിലും ആയിരിക്കും അല്ലെ, ആഡ്വർബ് എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രേസ് ഒന്നും കൊടുത്തിട്ടില്ല, അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ആഡ്വർബ് ക്ലോസ് ആണെന്നുള്ളത് മനസ്സിലായി. ഒരു സബ്ജക്റ്റും ഉണ്ട്, വെർബും ഉണ്ട്. സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആൻ ആഡ്വർബ് അല്ലെ, ഐ മീൻ ആഡ്വർബ് ക്ലോസ് ആണ് അല്ലെ. അപ്പോ നമുക്ക് ആൻസർ കിട്ടി, ദാറ്റ് ഇസ് ആൻ ആഡ്വർബ് ക്ലോസ്. മനസ്സിലായോ? ഇനി അടുത്ത് നോക്കാം. ഷീ ഹാസ് എ ഗ്രേറ്റ് അഫെക്ഷൻ ഫോർ. അഫെക്ഷന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്ക് പ്രപ്പോസിഷൻ ആണ് ഫോർ എന്ന് പറയുന്നത് കേട്ടോ. അഫെക്ഷൻ ഫോർ. ഓക്കെ, ഇത് കണ്ടപ്പോൾ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എക്രോണിം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്രോണിമിന്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. അതിന്റെ ഒരു എക്സാമ്പിൾ നാസ അല്ലെ. അപ്പൊ നാസയുടെ ഫുൾ ഫോം എന്താ വരിക, എക്സ്പാൻഷൻ എന്താ വരിക, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ. അപ്പൊ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷന്റെ നാഷണലിന്റെ എന്നും എയറോനോട്ടിക്സിന്റെ എയും സ്പേസിന്റെ എസും അഡ്മിനിസ്ട്രേഷന്റെ എയും ഇതെല്ലാം കൂടി എടുത്തിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ, എക്രോണിം എന്ന് പറയാ. മനസ്സിലായോ? വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർന്നുണ്ടാക്കുന്ന ഒരു ചുരുക്ക വാക്കിനെയാണ് നമ്മൾ പറയുന്നത് എക്രോണിം. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. അതേസമയം മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് എക്രോണിം അല്ല, അതെന്താണ്, അത് ക്ലിപ്പിംഗ് ആണ്. ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാത്തമാറ്റിക്സിനെ നമ്മൾ എങ്ങനെ പറയും, മാത്സ് എന്ന് പറയും അല്ലെ. അപ്പൊ ഇതിനെ അങ്ങ് ക്ലിപ്പ് ചെയ്തിട്ട് ചില അക്ഷരങ്ങൾ മാത്രം എടുത്തിട്ട് ക്ലിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മാത്സ് എന്നുള്ള രീതിയിലാക്കുക അല്ലെ. ഫ്രണ്ടിലത്തെ
ആൽഫബറ്റും അവസാനത്തെ ആൽഫബറ്റും പിന്നെ അതേപോലെ തന്നെ മിഡിലത്തെ കുറച്ച് ആൽഫബറ്റ് ഒക്കെ എടുത്ത് ക്ലിപ്പ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒന്നിനെയാണ് മാത്തമാറ്റിക്സ് അല്ലെ അല്ലെങ്കിൽ മാത്സ് എന്ന് പറയുന്നത്. അപ്പൊ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ക്ലിപ്പിംഗ് എന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. ഇനിയുള്ളത് കുറച്ച് അബ്രിവേഷൻസ് ആണ്. EG എന്ന് പറഞ്ഞാൽ എക്സംപ്ലിഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. EG എന്ന് പറഞ്ഞാൽ എക്സംപ്ലിഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അബ്രിവേഷൻ. ETC എന്ന് പറഞ്ഞാൽ എന്താ? എറ്റ്സെറ്ററ. ഇതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ, എറ്റ്സെറ്ററ. ഓക്കെ, ഇനി NB എന്ന് പറഞ്ഞാൽ എന്താ? നോട്ടാബീൻ. നോട്ടാബീൻ, ചോട്ടാബീൻ അല്ല കേട്ടോ, നോട്ടാബീൻ. NB നോട്ടാബീൻ. ETA എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ. എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ. നാറ്റോ. നാറ്റോ എന്താ? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. അപ്പൊ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ, ഹാവ് എ നൈസ് ഡേ.